അവരത് വർദ്ധിപ്പിക്കും. ഊഹമാണ്, വൈൽഡ് ഗസ്സാണ്. അത് അവർ വർദ്ധിപ്പിച്ച് അത് 2.8 ആക്കും. 2.8 ആക്കും. ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ അധികാരത്തിൽ വന്ന് ഏതെങ്കിലും ഗവൺമെന്റ് ഇതുപോലൊരു അന്തരീക്ഷം ഫേസ് ചെയ്തിട്ടുണ്ടോ? 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു കാര്യമില്ലാതെ പറഞ്ഞു ധവളപത്രം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തേണ്ടതാണ്. സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കണ്ണാടിയാണ്. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. കണ്ണാടിയിലേക്കൊന്ന് നോക്കണം സാർ, എന്നിട്ട് പുറകിലേക്കൊന്ന് സഞ്ചരിക്കണം. നമസ്കാരമുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ സാറ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമാണ്. അസംബ്ലിയിൽ നടത്തിയതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അതിൽ ഈ ധവളപത്രം കൂടെ ഇന്ന് പുറത്തിറക്കിയതിന് ശേഷം അതിനെ കൂടെ പരാമർശിച്ച് നടത്തിയ കുറച്ച് ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ കണ്ടത്. വളരെ രസകരമായ, വളരെ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറോളം നീണ്ടുന്ന അതിഗംഭീരൻ കിടിലം പ്രസംഗമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റ് പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള മറ്റേതെങ്കിലും ഒരു നേതാവിനെയോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി സതീശന്റെ പ്രകടനം അതിഗംഭീരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഈ വാചകമടി എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് കാലം തെളിയിക്കേണ്ടതാണ്. അതും വരുന്ന ആളുകളിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ തള്ളലിനോ വാചകമടിക്കോ ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അത് അസ്വാഭാവികമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ശൈലിയിൽ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന സീനാണ് കണ്ടത്. അവരുടെ 10 കൊല്ലത്തെ ഭരണത്തിൽ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നും പൂച്ചപ്പെട്ട് കിടക്കുന്ന ഖജനാവ് മാത്രമല്ലാതെ എലി കൂടെ അവിടെ പ്രസവിച്ചു കിടന്നിരുന്നു എന്ന രീതിയിലുള്ള കണക്കുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ശോഭനമായ ഒരു ഭാവി കേരളം കാത്തിരിക്കണോ എന്ന് ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കൂടെയൊക്കെ നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും. അതിനുള്ള എന്ത് മാജിക്കാണ്. കാരണം പണം വേണമല്ലോ, പണം ദുട്ടു വേണ്ടേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ. നമ്മുടെ ബഹുമാനപ്പെട്ട സതീശൻ സാർ ഈ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളാണ്. ഒട്ടും അതിന് പിശുക്ക് കാണിക്കാറില്ല. നമ്മുടെ പഴയ പ്രസിഡന്റ് പറയാറുണ്ട്, എന്തെങ്കിലും നേടണമെങ്കിൽ വലിയ സ്വപ്നങ്ങൾ കാണണമെന്ന്. APJ അബ്ദുൽ കലാം എപ്പോഴും പറയുന്നതാണ്, കുട്ടികളോട് പറയുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആയിത്തീരണമെങ്കിൽ നിങ്ങൾ അതാണെന്ന് സങ്കല്പിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യണമെന്ന്. ആ രീതി ഒരു പക്ഷെ പിന്തുടരുന്ന ആളായിരിക്കാം സതീശൻ സാറ്. പക്ഷേ ഈ പണമുണ്ടാക്കാനുള്ള മാജിക്കിൽ അതെല്ലാം പെടുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം ഈ ധവളപത്രം വഴി പുറത്തുവിട്ട കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് കേട്ടോ. പ്രധാനമായും ഈ ധവളപത്രം പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഇടതുപക്ഷം ഭരിച്ച കാലഘട്ടത്തിൽ കേരളത്തിന് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കാൻ തന്നെയാണ്. വലിയ തോതിലുള്ള കടബാധ്യത വരുത്തി വെച്ചു എന്നുള്ളതാണ് ഈ ധവളപത്രം പറയുന്നത്. 5.07 ലക്ഷം കോടിയുടെ ബാധ്യതയാണത്രേ നമ്മുടെ കേരളത്തിനുള്ളത്. അത് കേട്ടാൽ ഞെട്ടിപ്പോകും കേട്ടോ. ഇത് യഥാർത്ഥ ഫിഗറാണോ അല്ലയോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും ധവളപത്രം എന്നുള്ള നിലയ്ക്കും അത് നിയമസഭയിൽ വെച്ച രേഖ എന്നുള്ള നിലയ്ക്കും അത് ശരിയായിരിക്കണമല്ലോ. എന്തായാലും വലിയൊരു ഭീമമായ കടമാണ് ഈ കൊച്ചു കേരളത്തിനുള്ളത് എന്ന് സതീശൻ സാറ് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ഈ കേരളത്തിൻ്റെ 77% ചെലവും വരുന്നത് ശമ്പളം, പെൻഷൻ, കടത്തിൻ്റെ പലിശ എന്നിവ കൊടുത്തു തീർക്കാനാണ് അത്രേ. ആലോചിച്ച് നോക്കണം, 100 രൂപ സർക്കാരിന് വരുമാനമുണ്ടെങ്കിൽ അതിൽ 77 രൂപയും ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, അവരുടെ പെൻഷൻ, ഈ കടം വാങ്ങിയതിൻ്റെ പലിശ കൊടുത്തു തീർക്കാനാണ്. ബാക്കി എത്ര ഉണ്ടാവുക? 23 രൂപയാണ് കയ്യിലുണ്ടാവുക. അതുകൊണ്ട് വേണം മറ്റ് ചെലവുകൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട്. അങ്ങനെ ഒരവസ്ഥയും ഇപ്പോൾ ഇവിടെ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ തോതിലുള്ള മൂലധന ചെലവേണ് ഈ വരുമാനത്തിൽ നിന്ന് നടത്താൻ കഴിയുള്ളൂ. ഇനി അടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഈ കിഫ്ബി എന്നൊരു കൊട്ടിഘോഷിക്കപ്പെട്ട ഇടതുപക്ഷ ഭരണകാലത്ത് കൊണ്ടു നടന്ന 1 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയല്ലോ കഴിഞ്ഞ 10 വർഷം കൊണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഒരുപാട് നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ, ആസ്പത്രികളുടെ കാര്യത്തിൽ, പാലങ്ങളുടെ, റോഡുകളുടെ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ പശ്ചാത്തല വികസന രംഗത്ത് കിഫ്ബി ചെയ്ത സേവനത്തെ നമ്മൾ അതിനെപ്പറ്റി എന്തൊക്കെ മോശം കാര്യങ്ങൾ പറഞ്ഞാലും നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാലും അതിവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാ MLA-മാർക്കും അവരവരുടെ മണ്ഡലങ്ങൾ അതിൻ്റെ ഗുണം കിട്ടിയവരുമാണ്. ഓരോ മനുഷ്യനും അനുഭവിക്കുന്നതുമാണ്. തങ്ങളുടെ കുട്ടികൾ നല്ലൊരു സർക്കാർ സ്കൂളിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടായത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണെന്നുള്ളൊരു സംശയം
ചർച്ചയില്ല. പക്ഷേ UDF അത് പുറത്തുവിട്ട വിവരങ്ങൾ ഇതാണ്: ഈ കിഫ്ബി ഒരു സമാന്തര ഭരണകേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു അത്രേ. എന്ന് പറഞ്ഞാൽ സർക്കാർ ഒരു വഴിക്ക് പോകും, ഈ കിഫ്ബി എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഭരണസിരാ കേന്ദ്രം, കേരളത്തിലെ മറ്റൊരു ഭരണം നടത്തുന്ന സ്ഥാപനമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, അതിന് 21,000 കോടി രൂപയുടെ കടവും ഉണ്ടത്രേ. ആ ബാധ്യതയും ഇൻഡയറക്റ്റായിട്ട് സർക്കാർ തന്നെ വഹിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ മസാല ബോണ്ട് ഇറക്കിയതിനെ പറ്റിയുള്ള ആക്ഷേപങ്ങൾ, അവിടെ ഓഡിറ്റിംഗ് മര്യാദയ്ക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു കുത്തഴിഞ്ഞ സംവിധാനമാണ് കിഫ്ബി എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റിയും ഈ UDF ഗവൺമെൻറ്റിന് മറ്റൊരു വിധത്തിൽ ചിന്തിക്കേണ്ടി വരും എന്നുകൂടിയാണ് ഈ നമ്മുടെ വൈറ്റ് പേപ്പർ പറയണത്. പിന്നെ നഷ്ടം വരുത്തുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. KSRTC ഉണ്ട്, നമ്മുടെ വെള്ള വിതരണ വാട്ടർ അതോറിറ്റി ഉണ്ട്, പിന്നെ സപ്ലൈകോ ഉണ്ട്. അതിൽ ഒരു സജഷൻ പറഞ്ഞിരിക്കുന്നത് ബെവ്കോ ഉണ്ടല്ലോ. ബെവ്കോ എന്ന് പറഞ്ഞാൽ ഈ തണ്ണി അടിക്കുന്ന പരിപാടിയാണ്. ആ തണ്ണി അടിക്കുന്നത് നല്ല ലാഭത്തിലാണ്, അത് നഷ്ടമാണെന്ന് പറയില്ലല്ലോ, ലോട്ടറി മാതിരിയാണല്ലോ. അതും ഈ സപ്ലൈയും കൂടെ അങ്ങോട്ട് മെർജ് ചെയ്തിട്ട് ആ നഷ്ടത്തിനെ ഇല്ലാതാക്കണം പോലും. എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥമില്ല, ഇത് നഷ്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ബെവ്കോൻ്റെ ലാഭത്തിൽ നിന്ന് ഇവൻ്റെ നഷ്ടം കുറച്ച് ഒരു കുറഞ്ഞ ലാഭത്തിൽ ആ രണ്ടെണ്ണത്തിനെയും കൂടെ പുറത്ത് കാണിക്കാനുള്ള ഒരു മാന്ത്രിക വിദ്യയാണ്. ഇതാണ് മാജിക്ക് കാണിക്കാൻ പോകുന്നതെങ്കിൽ എന്തൊക്കെ തരം പൂക്കിത്തരങ്ങളാണ് പുറത്തു വരിക എന്ന് നമുക്കറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണുക എന്നല്ലാണ്ട് നമുക്ക് ഈ കാര്യത്തിൽ ഒന്നും പറയാനില്ല. വിസ്മയങ്ങൾ തീർക്കുന്ന ഒരാളാണ് പുതിയ മുഖ്യമന്ത്രി എന്ന് പറയുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ പണമില്ലാത്ത പൂച്ചപെറ്റ് കിടക്കുന്ന, എലിപെറ്റ് കിടക്കുന്ന ഖജനാവിലേക്ക് പണം വന്നാൽ മാത്രമേ ഈ നമ്മുടെ പുതിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയുള്ളൂ. അല്ലെങ്കിൽ ആദ്യം തന്നെ അത് കത്തിക്കരിഞ്ഞ് ചാമ്പലായി കൊഴിഞ്ഞു വീഴുമെന്നല്ലാതെ നമുക്കിവിടെ ഒന്നും പറയാനില്ല. ഈ KSRTC സർക്കാരിന് ഒരു വലിയ ബാധ്യതയാണെന്ന് പറഞ്ഞത് ഈ ധവളപത്രത്തിലാണ്. ആ ധവളപത്രം ഇറക്കിയ പാർട്ടി തന്നെയാണ് ഈ KSRTCയിലെ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ യാത്ര കൊടുക്കാമെന്നും ഗ്യാരണ്ടി ചെയ്തത്. അപ്പോൾ ആ ഗ്യാരണ്ടി കൊടുക്കുന്ന സമയത്ത് ഈ വക കാര്യങ്ങളൊന്നും അവർക്കറിയില്ലായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷെ എന്തായാലും ഇപ്പോൾ ധവളപത്രമൊക്കെ ഇറക്കിയതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അത് ഈ ഓർഡിനറി ബസ്സിൽ മാത്രമാക്കി ചുരുക്കാൻ വേണം അത്രേ. അപ്പോൾ ഗ്യാരണ്ടി ഒരു വശത്ത്, വാഗ്ദാനം നടപ്പിലാക്കൽ മറ്റൊരു വിധത്തിൽ. ആശമാർക്ക് 21,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു, കാലം 3,000 രൂപ കൊടുത്ത് ആ ഗ്യാരണ്ടി അവിടെ അവസാനിപ്പിച്ചു. ഇങ്ങനെയാണ് ഈ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കാൻ പോകുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഈ കുഞ്ഞിനെ പറ്റി കൂടുതൽ ജാതകം നോക്കണോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചു വെക്കാം. ആ സംശയം എനിക്കുമുണ്ട്. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.